പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ എഴുത്തുകാരൻ പ്രൊഫസർ SK വസന്തന്റെ നവതി ആഘോഷിച്ചു. റോബർട്ട് ഓവൻ ഗ്രന്ഥശാലയും കാലടി പൗരാവലിയും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ വസന്തൻ സാറിനെ നേരിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ വസന്തൻ സാറിനെ കുറിച്ച് കേട്ടാണ് അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ കേൾക്കാനിടയായത് എൻ്റെ സഹോദരൻ ശ്രീ ലാലു അന്ന് ശങ്കര കോളേജിലാണ് പഠിച്ചത്. സാർ ഇന്നും, അദ്ദേഹം മരിച്ചുപോയി, സാർ ഇന്നും അദ്ദേഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്നോട് ഓർമ്മിപ്പിച്ചു. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നത് കോലഞ്ചേരി കോളേജിലാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് സ്വാഭാവികമായും പഠിച്ച കോളേജുകളെക്കുറിച്ച് സഹോദരന്മാരും സഹപാഠികളുമൊക്കെയായി അവകാശവാദങ്ങൾ ഉന്നയിക്കും. ലൈബ്രറി പ്രസിഡന്റ് KA ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. മാഷയുടെ ശിഷ്യസമ്പത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ ഈ പരിപാടി കേട്ടറിഞ്ഞു സംഘാടക സമിതിയുടെ അറിയിപ്പ് ലഭിച്ചു വന്നിട്ടുള്ളവരാണ്. അവരെല്ലാം ഈ പ്രത്യേക സന്ദർഭത്തിൽ സ്നേഹപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. റിട്ടയർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫ് SK വസന്തനെ ആദരിച്ചു. നല്ല മാഷന്മാർ നമുക്ക് കാണാനില്ല. ഈ വസന്തം മാഷക്ക് ഇനി ഈ 90 കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിനി മാഷ് മാറ്റിയിട്ട് വേറൊരു പ്രിഫിക്സ്, ഒരു മുൻ വാക്ക് കൊടുക്കണം. അത് അദ്ദേഹത്തിൻ്റെ PhD ഗുരുനാഥന് കൊടുത്തിട്ടുള്ള ആചാര്യൻ എന്നുള്ള വാക്കാണ്. അപ്പം ഞാൻ വസന്തം മാഷോട് ചോദിച്ചു, മാഷ് ഈ ആചാര്യനും ഗുരുവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന് ചോദിച്ചു. മാഷ് പറഞ്ഞു രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു ധാരണയും എൻ്റെ ഒരു ബോധ്യവും ഗുരുവിൻ്റെ തൊട്ട് മുകളിലാണ് ആചാര്യം എന്നുള്ളതാണ്. പുരോഗമന കലാസാഹിത്യ സംഘം ജനറൽ സെക്രട്ടറി KP മോഹനൻ വസന്തന്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ സംഭാവനകൾ വിലയിരുത്തി പ്രഭാഷണം നടത്തി. നടൻ ബാബു നമ്പൂതിരി, മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, വനിതാ സാഹിതി സംസ്ഥാന സെക്രട്ടറി ശാരദ മോഹൻ, ഡോക്ടർ TH ജിത, സംഘാടക സമിതി കൺവീനർ MP സേതുമാധവൻ, ലൈബ്രറി സെക്രട്ടറി സനീഷ് ശശി എന്നിവർ സംസാരിച്ചു. 1970കളുടെ തുടക്കത്തിൽ വലപ്പാട്, തൃശ്ശൂരിനടുത്ത് വലപ്പാട് ശ്രീരാമ പോളിടെക്നിക്കിൻ്റെ അന്തരീക്ഷത്തിൽ, അതിൻ്റെ ക്യാമ്പസിൽ ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്ന പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പഴയ രൂപം, ആ ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ നടത്തിയിട്ടുള്ളൊരു വലിയ സാഹിത്യ ക്യാമ്പിൽ വെച്ചിട്ടാണ് വസന്ത മാഷെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഒരു 3 വർഷം കഥകളി അഭ്യസിച്ചത് കഴിഞ്ഞിട്ട് സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അത് വിട്ട് സിനിമയുടെ പിന്നാലെ പോയി, കയ്യിലുള്ള കഥകളിയും പോയി, സിനിമയൊട്ട് ഒന്നും ആയില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് പിന്നീട് ഒരു വേഷം ചെയ്യാമോ എന്നൊരാൾ ചോദിച്ചപ്പോൾ ആ വേഷം ചെയ്യാനായിട്ട് തയ്യാറായപ്പോൾ എൻ്റെ ആശാനൊന്നും ഇല്ല, ജീവിച്ചിരിക്കുന്നില്ല. എന്നെ 1ാം ക്ലാസ്സിൽ അക്ഷരങ്ങൾ പഠിച്ച, അക്ഷരമാല പഠിപ്പിച്ച അവരുമില്ല, ആശാൻകളരിയിലെ ആശാനും ഇല്ല. അപ്പോൾ എന്നെ പഠിപ്പിച്ച ചില ആളുകൾ എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ആൾ വസന്ത സാറാണ്. കാലടിയിൽ PGക്ക് ചേരുമ്പോൾ അവിടെ മാഷ് കേരള സംസ്കാരം ആണ് പഠിപ്പിച്ചിരുന്നത്. കേരള സംസ്കാരം പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
മാഷ് കേരള സംസ്കാരത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതിനൊപ്പം പറഞ്ഞു തരുന്ന ചരിത്രത്തിൽ ലിഖിതമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, പല വ്യക്തികളെയും സംബന്ധിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള അറിവുകൾ, സംഭവങ്ങൾ, ഇതൊക്കെ വിവരിച്ച് രസകരമായിട്ടുള്ള വിവരണങ്ങൾ കേട്ടിരുന്ന് നോട്ട് കുറിക്കാൻ മറന്നു പോകുമായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ അവരെ കാണുന്നത്, അല്ലെങ്കിൽ അവരോടുള്ള ഒരു ആദരവും സ്നേഹവും ഇവിടെ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ മാഷിൻ്റെ ക്ലാസ്സിനെ പറ്റിയും മാഷുമായി ഞാൻ 2-3 പ്രാവശ്യം പല പരിപാടികളിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ഞാനും അത്ഭുതപ്പെട്ട കാര്യമാണ്. നവതി ആഘോഷിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രായം എത്രയായി എന്നുള്ളത്. പലർക്കും അവരിഷ്ടപ്പെടുന്ന ഒരു തൊഴിൽ ജീവിതത്തിൽ കിട്ടാൻ സാധ്യത കുറവാണ്. ചിലർക്കൊക്കെ അത് കിട്ടും. പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിൽ തന്നെ കിട്ടി എന്നുള്ളതാണ് സത്യം. എനിക്ക് ഇതുവരെ ഈ അധ്യാപനം എന്നുള്ള തൊഴിലിനോട് ഒരു മടുപ്പും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്.